വാർത്തകളിലേക്ക് വിശദമായി. ശിവശങ്കറിന്റെ സുഹൃത്ത് വേണുഗോപാലിനോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നു. നാളെ കൊച്ചിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും പേരിലുള്ള സംയുക്ത ലോക്കർ തുടങ്ങിയത് വേണുഗോപാലാണ്. ലോക്കർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശിവശങ്കർ വ്യക്തമായ മറുപടി നൽകാത്തതിനാലാണ് ഇഡിയുടെ നീക്കം. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വേണുഗോപാൽ അക്കൗണ്ടന്റും സുഹൃത്തുമായ വ്യക്തിയാണ്, സംയുക്ത ലോക്കർ തുടങ്ങിയ വ്യക്തിയാണ്. വേണുഗോപാലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? രേണുക, ഏതാണ്ട് 4.5 കോടി രൂപയിലധികം കോഴപ്പണമായി ഈ ലൈഫ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. അതിൽ 1 കോടി രൂപയോളം സ്വപ്ന സുരേഷിൻ്റെയും ശിവശങ്കറിൻ്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലോക്കറിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായും തൻ്റേതല്ല എന്ന നിലപാടിലാണ് ശിവശങ്കർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. താൻ ഈ സ്വപ്ന സുരേഷിനെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മറ്റ് 2 മൊഴികൾ പ്രതികൂലമായിരിക്കുന്ന അവസരത്തിൽ ഒന്ന് സ്വപ്ന സുരേഷിൻ്റേതാണ്. ഇത്തരത്തിൽ ഒരു അക്കൗണ്ട്, ഈ ലോക്കർ അക്കൗണ്ട് സൃഷ്ടിച്ചത് ശിവശങ്കറാണ് എന്നാണ് സ്വപ്ന സുരേഷ് മൊഴി നൽകിയത്. ലോക്കർ അക്കൗണ്ട് സൃഷ്ടിച്ച ശേഷം വേണുഗോപാലുമായി ബന്ധപ്പെടണം എന്ന് പറയുകയാണ് ഉണ്ടായത്. താൻ പിന്നീട് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതേസമയം വേണുഗോപാൽ പറയുന്നതും ഏതാണ്ട് അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇത്തരത്തിൽ സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും പേരിലുള്ള ഒരു ജോയിന്റ് ലോക്കർ തുറന്നത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് എന്ന് തന്നെയാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണുഗോപാൽ മൊഴി നൽകിയത്. സ്വപ്ന പണവുമായി വീട്ടിലെത്തിയപ്പോൾ ഒപ്പം ശിവശങ്കർ ഉണ്ടായിരുന്നു. ഈ സമയത്തും തുടർന്നുള്ള ചർച്ചയിലും ശിവശങ്കറിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പി വേണുഗോപാൽ മൊഴി നൽകിയിരുന്നു. ശിവശങ്കർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വപ്ന സുരേഷിന് വേണ്ടി ജോയിന്റ് അക്കൗണ്ട് തുറന്നുവെന്നും പി വേണുഗോപാൽ പറയുന്നു. നേരത്തെ ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് എപ്പോൾ, എത്ര പണം ഏതു സമയത്ത് പിൻവലിച്ചു എന്നീ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ മൊഴി തന്നെ പി വേണുഗോപാൽ നേരത്തെ ഇഡിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ശിവശങ്കറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വപ്നയുടെയും വേണുഗോപാലിൻ്റെയും മൊഴികളെ പൂർണ്ണമായും ശിവശങ്കറിൻ്റെ മൊഴി തള്ളിക്കളയുന്നു. സ്വപ്ന സുരേഷിനെ പി വേണുഗോപാലിന് പരിചയപ്പെടുത്തിയ ശേഷം താൻ അവിടെ നിന്നും മടങ്ങുകയാണ് ഉണ്ടായത്. മറ്റ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ല, ഈ ലോക്കറിൽ ഉള്ള 1 കോടി രൂപയെ പറ്റിയും തനിക്ക് അറിയില്ല എന്ന വിശദീകരണമാണ് ശിവശങ്കർ നൽകിയത്. എന്തായാലും ഈ വാക്കുകൾ ഇപ്പോഴും ഇഡി മുഖവിലക്കെടുക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ പി വേണുഗോപാലിനെ നേരിട്ട് ഇഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ രാവിലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് എത്തണമെന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ മൊഴിയായി നൽകിയ കാര്യങ്ങൾ ശിവശങ്കറിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ ഇരുവരെയും ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരത്തിൽ ശിവശങ്കർ നിഷേധിക്കുമ്പോൾ ഈ സംഭവത്തിന് സാക്ഷിയായ ആളെ കൂടെ നേരെ നിർത്തി ഇക്കാര്യം പൊളിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും നിസ്സഹകരണമാണ് ഇപ്പോഴും ശിവശങ്കർ പുലർത്തുന്നത് എന്ന് തന്നെയാണ് ഇഡി നൽകുന്ന സൂചന. കാരണം ഈ സ്വപ്ന സുരേഷിന് ജോലി നൽകിയതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തതകൾ തുടരുകയാണ്. ഈ വാട്സാപ്പ് ചാറ്റുകൾ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയത് എന്ന് പറയുന്നുണ്ട്. ഒരു ലോ പ്രൊഫൈൽ ജോലിയാവാം ലഭിക്കുന്നത്, വലിയ തസ്തികയൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിനേക്കാൾ ആ തസ്തിക അർഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളം ലഭിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താനാണ് മുഖ്യമന്ത്രിയോട് സ്വപ്നയ്ക്ക് ജോലി ലഭിച്ച കാര്യം പറഞ്ഞതെന്ന മൊഴിയാണ് ശിവശങ്കർ ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളിലും ശിവശങ്കർ നേരത്തെ നൽകിയ മൊഴിയും ഇപ്പോൾ നൽകുന്ന മൊഴികളും ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളും പരിശോധിച്ചും ഈ സാക്ഷിമൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അവരെ നേരിട്ട് വിളിച്ചു വരുത്തി ശിവശങ്കറിന്റെ മുന്നിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 111 മണിക്കൂറോളം പല ഘട്ടങ്ങളിലായി ശിവശങ്കർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുകയും ചോദ്യം ചെയ്യലിന് വിധേയനാകുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശിവശങ്കർ ഈ നടപടികളോടൊക്കെ സഹകരിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? മറ്റൊന്ന്, സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മകനും മകൾക്കുമെതിരെയൊക്കെ ഉയർത്തിയ ആരോപണങ്ങൾ ഇതുവരെ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു. അതിൽ ശിവശങ്കർ മുഖ്യമന്ത്രിയെ പരാമർശിക്കുന്നു. അത് ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണോ, CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ?
തീർച്ചയായും ഈ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റ് വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതിൽ ഒരു ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞു സ്വപ്നയ്ക്ക് ജോലി ലഭിക്കും, അല്ലെങ്കിൽ ഒരു ലോ പ്രൊഫൈൽ ജോലി ആണെങ്കിലും നല്ല ശമ്പളം കിട്ടും എന്ന് പറഞ്ഞു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള അന്വേഷണം കൃത്യമായി EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മറ്റ് പേഴ്സണൽ സ്റ്റാഫുകൾ അടക്കമുള്ളവരെ ഒരുപക്ഷെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഈ വിഷയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ശിവശങ്കർ നൽകുന്ന മറുപടി, ഈ UAE കോൺസുലേറ്റിലെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ് ഉള്ളത്. വലിയ ശമ്പളം ലഭിക്കുന്ന ജോലി പോയതിൻ്റെ നിരാശയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജോലി നൽകും എന്നൊരു സാന്ത്വന വാചകം പറഞ്ഞ് ഈ സ്വപ്നയെ പ്രചോദിപ്പിക്കുന്നതിനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അല്ലാതെ മുഖ്യമന്ത്രി ഒരു ജോലി ഓഫർ ചെയ്തു എന്ന കാര്യമല്ല പറയുന്നത്. മുഖ്യമന്ത്രിയോട് താനാണ് സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന് ജോലി ലഭിച്ചു എന്ന കാര്യം അറിയിക്കുന്ന രീതിയിലേക്കാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് നൽകുന്ന മൊഴി നേരെ തിരിച്ചും, അതായത് മുഖ്യമന്ത്രിയോട് അറിഞ്ഞുകൊണ്ടാണ് ഇടപാടുകൾ നടന്നതെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകുകയും അതിന് ഉപോത്ബലകമായ വാട്സാപ്പ് ചാറ്റുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇത് നേരെ തള്ളിയാണ് ശിവശങ്കറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ഒപ്പം ഈ കോഴപ്പണം സംബന്ധിച്ചും കൂടുതൽ 3,87,00,000 രൂപ മറ്റുമാണ് നിലവിൽ കണക്കുകളുള്ള കൃത്യമായി കണക്കുകളിൽ പെടുന്ന കുഴപ്പണമായി കരുതിയിരിക്കുന്നത്. പക്ഷേ 1 കോടി രൂപ ഈ ലോക്കറിൽ നിന്നും കണ്ടെത്തുന്നു. മറ്റ് ഐഫോൺ പോലെയുള്ള മറ്റ് ഉപഹാരങ്ങൾ നൽകുന്ന ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടക്കുന്നു. അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി ഇതിലും വലുതാണ്, അല്ലെങ്കിൽ കോഴപ്പണം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെ വ്യാപ്തി ഇതിലും വലുതാണ് എന്നാണ് ED പറയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലേക്കൊക്കെ ഈ കോഴപ്പണം ഒഴുകിപ്പോയിരിക്കുന്നു, ഈ കോഴപ്പണത്തിൻ്റെ ഓഹരി മറ്റാർക്കൊക്കെ ലഭിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ അന്വേഷണം വേണമെന്നും പറയുന്നു. എന്തായാലും ഈ ഘട്ടത്തിലും ആദ്യ ഒരു ഘട്ടത്തിലെ പോലെ തന്നെ കൃത്യമായി EDയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന തരത്തിലല്ല ശിവശങ്കറിൻ്റെ പ്രതികരണം എന്നാണ് ED വ്യക്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വേണുഗോപാലിനെ പോലുള്ള ആളുകളെ ഈ ശിവശങ്കറിനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും വ്യക്തത വരുത്താനുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം. അനീഷ്, ഇക്കാര്യത്തിൽ വേണുഗോപാലിനെ കൂടാതെ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീങ്ങും എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം ഇത് ഈ ആരോപണങ്ങളും അന്വേഷണവുമായി ഏതാണ്ട് ഒരു 3-ാം ഘട്ടമാണ്. സർക്കാർ പ്രതിനിധികൾ തന്നെയും പറയുന്നത് ഇത് ആരോപണങ്ങളുടെ ഒരു 3rd സ്റ്റേജാണ്, 3-ാം സീസൺ ആണ് എന്നാണ്. പ്രതിപക്ഷം ഈ ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് ഇതിന്റെ പിന്നാലെ പോവുകയും പക്ഷേ പിന്നീട് അന്വേഷണ ഏജൻസികൾ പോലും കോംപ്രമൈസിങ്ങിന് വിധേയമാകുന്നു എന്ന തരത്തിൽ അവർക്ക് പോലും പിൻവലിയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോഴത്തെ പോക്ക് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാനും ശക്തമായി മുന്നോട്ട് പോകാനുമുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായും അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയപ്പോഴും ഈ വാട്സാപ്പ് ചാറ്റുകൾ, സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും മുഖ്യമന്ത്രിയുമായി പറയുന്ന ഭാഗങ്ങളും ഈ കോഴപ്പണം സൂക്ഷിച്ച ലോക്കർ, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ കിട്ടിയതാണ്. പിന്നീട് ഇത്ര വലിയ കാലതാമസം ഈ തെളിവുകളിലേക്ക് വരാൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ഒരു ചോദ്യം ഈ ഇടത് ക്യാമ്പ് ചോദിക്കുന്നത് പ്രസക്തമായി തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസിലെ 1-ാം പ്രതി ഈ യൂണിടാക്കിൻ്റെ MD ആയ സന്തോഷ് ഈപ്പനാണ്. 2-ാം പ്രതിയും സന്തോഷ് ഈപ്പനാണ്. കാരണം യൂണിടാക് എന്ന കമ്പനിയാണ് ഈ കേസിലെ 2-ാം പ്രതിയായി വരുന്നത്. 3, 4, 5, 6, 7, 8 ഒക്കെ പ്രതികൾ ഉണ്ടാകുമ്പോഴും ഈ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പ്രതിയായ ശിവശങ്കറിനെ മാത്രം എന്തുകൊണ്ട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന രീതിയിലേക്ക് മാറുന്നു എന്ന ചോദ്യം പല കേന്ദ്രങ്ങളും ചോദിക്കുന്നുണ്ട്. കാരണം സന്തോഷ് ഈപ്പൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ശേഷം ഒരു ദിവസം പോലും കസ്റ്റഡിയിൽ കിടക്കുകയോ റിമാൻഡിൽ കഴിയുകയോ ചെയ്യേണ്ടി വന്നില്ല. കോടതിയിൽ ഹാജരാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സന്തോഷ് ഈപ്പൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചു. പണ ഇടപാടുകൾ നേരിട്ട് നടത്തിയെന്ന് കണ്ടെത്തിയ മറ്റു പല പ്രതികളുമുണ്ട്. അവരുമായി ബന്ധപ്പെട്ടും ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ല. ഈ കേസിലെ പ്രതിയാണ് സ്വപ്ന സുരേഷും. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ശിവശങ്കർ മാത്രം ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഒരു കിങ് പിന്നായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മാസ്റ്റർ ബ്രെയിനായി നിൽക്കുന്നത് ശിവശങ്കർ മാത്രമാണ് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. കാരണം നേരത്തെ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസും NIA രജിസ്റ്റർ ചെയ്ത കേസിലുമൊക്കെ ഇതുപോലെ സമാനമായ അറസ്റ്റും ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായൊരു തെളിവുകൾ ശിവശങ്കറിനെതിരെ സമാഹരിക്കുന്നതിനോ കോടതിയിൽ സമർപ്പിക്കുന്നതിനോ ഒന്നും കഴിഞ്ഞിരുന്നുമില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിലെങ്കിലും ഈ അത്തരം തടസ്സങ്ങൾ മാറി ശിവശങ്കറിനെ കൃത്യമായി ഒരു പ്രതിക്കൂട്ടിൽ ചേർക്കുന്ന രീതിയിലേക്ക് ശിവശങ്കറിൻ്റെ സാന്നിധ്യം, ഈ കേസിലെ കുറ്റകൃത്യ സാന്നിധ്യം ഈ കേസിൽ കൃത്യമായി തെളിയിക്കുന്ന തരത്തിലേക്ക് EDക്ക് പോകാൻ കഴിയുമോ? ഈ
കേവലം ഒരു കൈക്കൂലി ആരോപണത്തിലുപരി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ ഈ കേസിലുണ്ടോ, മറ്റെന്തെങ്കിലും കൂടുതൽ വലിയ വ്യക്തിത്വങ്ങൾ ഈ കേസിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വേണുഗോപാലിനെ ഒന്നിച്ചിരുത്തി ശിവശങ്കറിൻ്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളെയൊക്കെ ഒരുപക്ഷെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതകളുണ്ട്. എന്തായാലും വലിയൊരു സമ്മർദ്ദത്തിലേക്ക് ശിവശങ്കറിൻ്റെ ക്യാമ്പ് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ശരി.